السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ വിശുദ്ധ റമദാനിലെ പ്രഥമ നോമ്പനുഷ്ഠിച്ച് സുബഹ് ജമാഅത്തിന് അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ചുകൂടി ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുത്ത് സന്തോഷത്തോടുകൂടി നിലകൊള്ളുന്ന ഈ ഒരു വേളയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സറിഞ്ഞ് സ്തുതിക്കുവാൻ ഈ സന്ദർഭം നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ വ്രതാനുഷ്ഠാനവും കർമ്മങ്ങളും അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആ നോമ്പിനെ കളങ്കപ്പെടുത്തുന്ന യാതൊരു പ്രവണതകളും പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നും വരാതെ പരിപൂർണാർത്ഥത്തിൽ നോമ്പിന്റെ എല്ലാ ചൈതന്യങ്ങളും നേടിയെടുക്കുവാനും റയ്യാൻ കവാടത്തിലൂടെ സ്വർഗം പുലുകുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഇസ്ലാം പടുത്തുയർത്തപ്പെട്ട 5 സ്തംഭങ്ങളെ നമുക്കറിയാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, 5 കാര്യങ്ങളുടെ മേലാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അതിൽ ഒന്നാമത്തെ നെടുന്തൂൺ എന്ന് പറയുന്നത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്താണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അതിന്റെ രണ്ടാം സാക്ഷ്യവചനമാണ്. മറ്റൊന്ന് വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സക്കാ വ സൗമി റമളാൻ വൽ ഹജ്ജ്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമസ്കാരവും നോമ്പ്, അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കൽ, ഹജ്ജ് കർമ്മം ചെയ്യൽ, ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പ്രഥമവും പ്രധാനവുമായ സ്തംഭങ്ങൾ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇതിൽ ആദ്യത്തെ വിഷയം ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാൻ സാക്ഷിയാണ് പടച്ചോനെ, ഞാൻ അംഗീകരിക്കുന്നു നീ മാത്രമേ ആരാധനക്കർഹനായുള്ളൂ, നീ അയച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ തിരുദൂതരാണ്, അവസാനത്തെ പ്രവാചകനാണ്. ആ പ്രവാചകർക്ക് നീ നൽകിയ ആ വഹയിലൂടെ ഈ ലോകത്ത് നടപ്പാക്കിയിട്ടുള്ള ശർഈയായ കാര്യങ്ങൾ, അതാണ് എന്റെ ജീവിത മാർഗവും രേഖയും എന്ന് ബോധ്യപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ അതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഓരോ മുസ്ലിമും ചെയ്യുന്നത്. ഒന്നാമതായി അള്ളാഹു മാത്രമേ ആരാധനക്കർഹനായുള്ളൂ. ആ ഷഹാദത്താണ് നാം അള്ളാഹുവിന് കൊടുത്ത ഒന്നാമത്തെ ഷഹാദത്ത്. അതിനെ ബാത്തിലാക്കിയാൽ ബാക്കിയുള്ള തുടർന്നുള്ള സകല അമലുകളും അത് എത്ര തന്നെ വലുതാണെങ്കിലും, അതിൽ എത്ര തന്നെ ഇഖ്ലാസ് നിങ്ങൾ കലർത്തിയിട്ടുണ്ട് എങ്കിലും, അതിൽ എത്രത്തോളം നിങ്ങൾ ജസാ പ്രതിഫലം ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിലും, ഒന്നാമത്തെ ഷഹാദത്തിനെ നിങ്ങൾ കളങ്കമാക്കിയിട്ടുണ്ട് എങ്കിൽ അതിന് ഘടകവിരുദ്ധമായി അള്ളാഹുവിന് പുറമെ മറ്റു ആരാധ്യരെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ ഇടയാളന്മാരെ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഷഹാദത്ത് ബാത്തിലാണ് എന്ന് മാത്രമല്ല, അവിടുന്ന് അങ്ങോട്ടുള്ള സകലമായ പ്രവർത്തനങ്ങളും ബാത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തെറ്റ് ചെയ്യാത്ത, തെറ്റ് വരാൻ ഒരിക്കലും അള്ളാഹു അനുവദിക്കാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ഖുർആനിന്റെ ഭാഷ്യം ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, ഓ പ്രവാചക, താങ്കളിലാണ് ശിർക്ക് വരുന്നതെങ്കിൽ പോലും ആ അമലുകളെല്ലാം, നിങ്ങൾ ചെയ്തു വെച്ച അമലുകളെല്ലാം പാളീസായി പോകും, പൊളിഞ്ഞു പോകും.
അതുകൊണ്ട് അത് വരാതെ സൂക്ഷിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുവെങ്കിൽ അത് ഉമ്മത്തിനോടുള്ള പ്രഖ്യാപനമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ ഷഹാദത്തിനെയാണ് പല അർത്ഥത്തിലും പല രൂപത്തിലും പല പേരും വിളിച്ച് ഇസ്തിആനത്തും ഇസ്തിആദത്തും ഇസ്തിഗാസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രൂപത്തിലുള്ള പേരുകൾ വിളിച്ച് അള്ളയല്ലാത്ത സൃഷ്ടികളിൽ അഭയം തേടുന്ന അവരിലേക്ക് ചേക്കേറുന്ന ഒരു സമ്പ്രദായം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവിടെയാണ് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഇസ്ലാം നിലനിൽക്കുന്ന അതിന് പടുത്തുയർത്തപ്പെട്ട ഒന്നാമത്തെ അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, അടിത്തറ എന്ന് പറയുന്ന തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ഷഹാദത്തിനെയാണ് നമ്മൾ അള്ളാഹുവിനോട് അംഗീകരിച്ചു പറഞ്ഞത്. അള്ളാഹുവേ, നീ മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ. അതാണ് നെഞ്ചത്ത് കൈവച്ച് നമ്മൾ നമസ്കാരത്തിൽ പറയുന്നത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുള്ളൂ. ഈ പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു മുസ്ലിം അവൻ ഒരിക്കലും തന്നെ ഈ ഷഹാദത്ത് തെറ്റിക്കാൻ പാടില്ല. അത് പിന്നെ തെറ്റാൻ, അവന്റെ ജീവിതത്തിൽ തെറ്റാൻ പാടില്ല എന്നതുകൊണ്ടാണ് അള്ളാഹു നിരന്തരം അവനെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നതും ഊട്ടി ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്നതും. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ വളരെ സുന്ദരമായി പറഞ്ഞ, നിങ്ങൾ അള്ളാഹുവിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിനെ പിന്നെ നിങ്ങൾ അള്ളാഹുലേക്ക് എങ്ങനെയാണ് അടുക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി ഖുർആൻ പറഞ്ഞു. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. ഓ പ്രവാചകരെ, താങ്കളോടെങ്ങാനും എന്റെ അടിയാന്മാർ എന്നെ പറ്റി ചോദിച്ചാൽ നിങ്ങൾ അവരോട് പറയണം, ഫഇന്നി ഖരീബ്, ഞാൻ ഏറ്റവും അടുത്തവനാണ്, സമീപസ്ഥനാണ്. ഇടയാളന്മാരില്ലാതെ തന്റെ അടിമയുടെ വിഷമങ്ങളും ആവലാദികളും വേവലാദികളും അവന്റെ പാപങ്ങളെല്ലാം എന്നോട് ഏറ്റു പറഞ്ഞാൽ, അതാണ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഞാൻ അവന് ഉത്തരം നൽകുമെന്ന് സ്രഷ്ടാവായ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ആ പ്രഖ്യാപനം നമ്മൾ അള്ളാഹുവിന് അംഗീകരിച്ച് നൽകിയിട്ടുണ്ട് എങ്കിൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവചനത്തിലൂടെ നാം അത് അംഗീകരിച്ചും വിശ്വസിച്ചും പറഞ്ഞതാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, അത് തന്നെയാണ് നമ്മുടെ നോമ്പുകളാവട്ടെ, നമ്മുടെ സക്കാത്താവട്ടെ, ഹജ്ജാവട്ടെ, മറ്റു കർമ്മങ്ങളാവട്ടെ, എന്തും സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ മാനദണ്ഡം അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട വിഷയം ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖുർആൻ പറഞ്ഞതുപോലെ നീ പഠിക്കണം, മനസ്സിലാക്കണം. ഏതാണ് ആ വിഷയം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രിയമുള്ളവരെ, ഈ വിഷയത്തിലാണ് ഇന്ന് അപജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഇസ്സത്തോടുകൂടി, കൂടുതൽ ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രചാരകരും അതിന്റെ വാഹകരുമായി മുന്നോട്ട് പോകുവാൻ, ജീവിതാന്ത്യം വരെ നിലകൊള്ളുവാൻ നമ്മൾ ശ്രമിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പിലൂടെ അതിന്റെ എല്ലാ സകല ചൈതന്യങ്ങളും നേടിയെടുത്ത് വഹിദായി ജീവിതാന്ത്യം വരെ നിലകൊള്ളുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.